ഇന്നത്തേത് ഒരു 200 സബ്സ്ക്രൈബേഴ്സായ എൻ്റെ കുട്ടി ചാനലിന് സന്തോഷത്തിനായി ഒരു ബിരിയാണി കഥയാണ്. ഐഷ്, ഇന്നൊരു ബിരിയാണി കഥ. അതെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബിരിയാണിക്ക്. പക്ഷെ ബിരിയാണിക്ക് പ്രിയപ്പെട്ടത് ഗരം മസാലയാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് വി ഹാവ് ടു പ്രിപ്പയർ ദറ്റ് ഗരം മസാല. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഒരു പാൻ എടുക്കാം, അതൊന്ന് ചൂടാക്കാൻ വെക്കാം. ചൂടായി കഴിഞ്ഞാൽ കൊറിയാൻഡർ സീഡും കുമിൻ സീഡും സിനമോണും ക്ലോവും കാർഡമണും ബ്ലാക്ക് പെപ്പറും ബേ ലീവ്സും ഫെനൽ സീഡും നട്ട്മഗും ചേർത്തൊന്ന് എന്ത് ചെയ്യുക, മിക്സ് ചെയ്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അത് കംപ്ലീറ്റ്ലി കൂളായതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, അത് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് എന്ത് ചെയ്യണം, പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഗരം മസാല എന്താവും, റെഡിയായി. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2-ല് നമ്മൾ ട്രഡീഷണൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ഗ്രീൻ ചില്ലി അതുപോലെ തന്നെ ഗാർലിക്കും ജിഞ്ചറും അങ്ങ് ചതച്ച് ഒരു പേസ്റ്റ് രൂപമാക്കണം. ഓക്കെ അല്ലേ? അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, പെരുംജീരകവും കൂടി ആഡ് ചെയ്തിട്ടോ. ഇനി സ്റ്റെപ്പ് 3, നമ്മളെ മെയിൻ കഥാപാത്രമായി ഒരു പാത്രം ഉണ്ടായിരിക്കും. അതിലേക്ക് 3 ഓണിയൻ അങ്ങ് കട്ട് ചെയ്ത് ചേർത്തു, കുനുകുനാ അരിഞ്ഞത്. അതിലേക്ക് ടൊമാറ്റോ കുനുകുനാന്നരിയാത്തതും ചേർത്ത് ഗ്രീൻ ചില്ലിയും ഗാർലിക്കും ജിഞ്ചറുള്ള പേസ്റ്റ് ആഡ് ചെയ്തിട്ട് ദെൻ കരിവേപ്പില ഒരു കറി ലീവ്സ് നമ്മൾ വീട്ടുമുറ്റത്തുള്ള അതും കൂടി നമ്മൾ എന്ത് ചെയ്യാം, അതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ചപ്പ് പൊതിനയും കൂടി ആഡ് ചെയ്യണം, അത് മറക്കല്ലോ. ഇനി നമ്മളെ മെയിൻ താരം മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, അതാണല്ലോ ആദ്യം ഉണ്ടാക്കിയത്. അതെ, ഇത്രയും പൗഡേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ? അതെ, ഞാൻ വീണ്ടും ട്രഡീഷണൽ രീതിയാണ് എടുത്തത്. കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്തത്. ഓക്കെ, കൈ വെക്കാതെ മിക്സ് ചെയ്യാട്ടോ. പക്ഷെ ഞാൻ ബിരിയാണി മസാല കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്യാറ്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിലേക്ക് ഒരു ലെമൺ അങ്ങ് ഞാൻ ആഡ് ചെയ്തു. ലെമൺ കുറച്ച് സ്ക്യൂസ് ചെയ്തിട്ട് ക്യാരക്ടറായ കേർഡ് അഥവാ തൈരിനെയും കൂടി ഞാൻ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. നന്നായിട്ട് ആഡ് ചെയ്യണം കേട്ടോ തൈര്. എനിക്ക് തൈര് ആഡ് ചെയ്ത ബിരിയാണി മസാല ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചിലവർക്ക് അത് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഉപ്പുമുളകൊക്കെ കറക്റ്റ് ഉണ്ടോ നമ്മൾ നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ചിക്കൻ ആഡ് ചെയ്യണം. ചിക്കൻ ആഡ് ചെയ്തിട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കണം. സോ ഞാനൊരു 2 hours മിനിമം വെക്കും ബിരിയാണി മസാലയ്ക്ക്. അപ്പോൾ നമുക്ക് ഇനി 2 മണിക്കൂർ എന്ത് ചെയ്യാം, മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാം. ഈ ബിരിയാണി മസാല വെച്ചിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാറ് യൂഷ്വലി. പക്ഷേ പലർക്കും പല റെസിപ്പീസ് ഉണ്ടായിരിക്കും. നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ചെയ്യുന്ന റെസിപ്പീസ് കുറച്ച് ഡിഫറെൻ്റ് ആണെങ്കിൽ, മീൻസ് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയി തോന്നുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. സോ ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ റെസിപ്പീസ്.